ഹലോ. അപ്പം വിഷു ഒക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിന് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത്. ഇത് വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയതാണ്. കണി വയ്ക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. പിന്നെ പച്ചക്കറികളൊക്കെ വാങ്ങണമായിരുന്നു. കണിക്കൊന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ പ്രാവശ്യം എനിക്ക് കണിക്കൊന്ന കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഗതിയിട്ട് ഞാൻ പോയി പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന വാങ്ങിച്ച് ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഞാൻ രാവിലെ 4 മണിയായപ്പോഴത്തേനും ഞാൻ എണീറ്റ്. രാവിലെ 4 മണിയായപ്പോൾ ഞാൻ എണീറ്റ് വിളക്ക് കത്തിച്ച് കണിയൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ഇവരെയൊക്കെ എണീപ്പിച്ച് കണി കാണിപ്പിച്ചു. ഓരോരുത്തരായിട്ട് കണി കണ്ടുകൊണ്ടിരിക്കുവാണേ. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിഷുവാണ്. അപ്പം ഞങ്ങൾക്കിന്ന് ഗുരുവായൂർ ശിവയുടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ രാവിലെ അതിന് പോകണം. ശിവനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കണം. അവർ ട്രെയിനിന് അവിടെ നിന്ന് ഡാൻസ് സ്കൂളിൽ നിന്ന് പോകുന്നത്, ഞങ്ങൾ പുറകെ പോകും. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പവും മുട്ടക്കറിയും ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ കഞ്ഞി വെച്ചു, ചായ ഇട്ടു. അങ്ങനെയുള്ള രാവിലത്തെ കുറച്ച് പരിപാടീസൊക്കെ ചെയ്തിട്ട് 6 മണിയാകുമ്പോഴത്തേനും ശിവനെ കൊണ്ട് ആക്കിയിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ കണി വെച്ചു കേട്ടോ. ഇതാണ് എൻ്റെ ഈ വർഷത്തെ വിഷുക്കണി. അപ്പം ഒരു പ്രത്യേക അല്ലേ നമുക്ക് വർഷത്തിൽ വരുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ കുറേ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എനിക്ക് ഇഷ്ടം ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണല്ലോ. പക്ഷേ ഈ കണി വയ്ക്കുക അല്ലെങ്കിൽ അത്തപ്പൂടുക അങ്ങനെയുള്ള നമ്മൾ ആ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അതായത് കൈനീട്ടത്തിൻ്റെ സമയമാണ്. അപ്പം ശിവയ്ക്ക് പ്രോഗ്രാമിനും കൂടെ പോകേണ്ടതുകൊണ്ട് കൈനീട്ടമൊക്കെ തന്ന് ഞങ്ങളുടെയൊക്കെ അനുഗ്രഹവും കൂടെയൊക്കെ മേടിച്ച് അങ്ങനെ രാവിലത്തെ പരിപാടിയാണിത്. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടൊക്കെ വന്ന ശേഷമാണ് അമ്പൂന് കൈനീട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ ഈ വർഷത്തെ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബിസി ആയിട്ടുള്ള വിഷുവായിരുന്നു. ഇതേ അവരുടെ ഫ്രണ്ട് ആദ്യം കൊണ്ട കൈനീട്ടം തന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെ